നമസ്കാരം. എന്തിനാണ് കുഞ്ഞെ നീ ഇങ്ങനെ ആ പാവപ്പെട്ട മനുഷ്യനെ നീ ആത്മഹത്യ കൊണ്ടുവിട്ടത്? നിനക്ക് ആ മനുഷ്യൻ ബസ്സിൽ കയറിയപ്പോൾ നിന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ മനുഷ്യനോട് തുറന്നു പറയാമായിരുന്നു, മാറി നിൽക്കുക എന്ന്. നീ അതിനു പകരം അതെല്ലാം ആസ്വദിച്ച് നിന്നതിന് ശേഷം നീ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു ഉത്സാഹമുണ്ടല്ലോ, ആ മനുഷ്യൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയില്ലേ? ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളെ നീ ഇല്ലാതാക്കിയില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? നീ തലയിലിട്ടയ്ക്കുന്ന ആ തട്ടത്തിനെയെങ്കിലും നീ ബഹുമാനിക്കാത്തെന്ന് നീ അതുപോലും നീ ബഹുമാനിക്കാതെയാണല്ലോ കുഞ്ഞെ നീ ഇത്രയും വൃത്തികേട് കാണിച്ചു കൂട്ടിയത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ മനുഷ്യൻ അത്രയും ആത്മാഭിമാനമുള്ളൊരു മനുഷ്യനായതുകൊണ്ടാണ് സമൂഹത്തിൻ്റെ മുന്നിൽ ഇനി ആ മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ ഈ ആത്മഹത്യയിലോട്ട് പോയത്. അല്ലെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും പോകത്തില്ലായിരുന്നു. കാരണം ആ മനുഷ്യൻ ചെയ്തത് തെറ്റല്ല, ആ മനുഷ്യൻ അറിയുന്നില്ല ആ മനുഷ്യൻ ചെയ്യുന്നത് എന്താണെന്ന്. പക്ഷെ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഒന്ന് മാറി നിൽക്ക്. സമൂഹത്തിൽ കുറേ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അങ്ങ് നിന്ന് കൊടുത്തിട്ട് അവസാനം ആ പുരുഷനെ കരിവാരി തേക്കുന്നതും ആ പുരുഷൻ്റെ കുടുംബത്തിനെ തകർക്കുന്നതും ആ പുരുഷനെ കോടതി വക്കിലെത്തിക്കുന്നത് വരെയുള്ള രംഗങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എല്ലാ സ്ത്രീകളായിട്ടുള്ള എല്ലാവരും കാണുന്ന കാര്യങ്ങളാണ്. ഇതിൽ സത്യമേത് അല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാഹസം ചെയ്തത്? ആ വീഡിയോ എടുക്കാൻ കാണിച്ച ആ ഒരു നിമിഷം മതിയായിരുന്നു അയാളോട് മുഖത്ത് നോക്കി ഒന്ന് വിളിച്ചിട്ട് ഒന്ന് മാറി നിൽക്കി എന്നൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ മാറി നിന്നന. ആ മനുഷ്യൻ ഈ തിരക്കിൻ്റെ ഇടയിൽ മനുഷ്യൻ സ്പർശിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ആ മനുഷ്യൻ അറിയുന്നില്ല. മനുഷ്യൻ ബുദ്ധിപൂർവ്വമല്ല, മനുഷ്യൻ ബോധപൂർവമല്ല ആ മനുഷ്യനത് ചെയ്യുന്നത്. ആ പാവപ്പെട്ട ഒരു വ്യക്തി അതിനെ കാണുമ്പം തന്നെ അറിയാതെ നിഷ്കളങ്കയായ ഒരാളാണെന്ന് കാണുമ്പം തന്നെ അറിയാം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ മനുഷ്യനെ കൊന്നത്? സത്യം ഏത് കോടതിയിൽ പോയാലാണ് നിനക്ക് മോക്ഷം കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഏത് കോടതിയാണ് തനിക്ക് മാപ്പ് തരുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തിന് നമ്മൾ സ്ത്രീകൾ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. നമുക്കൊരു പുരുഷൻ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതോ നമ്മളുടെ മോശമായി സംസാരിക്കുന്നതോ നമുക്കിഷ്ടമില്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, വാണിംഗ് കൊടുക്കാം, മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന്. പിന്നെ ആ പുരുഷൻ ശല്യത്തിന് വരത്തില്ല. പിന്നെ ശല്യമായി വരുന്നുണ്ടെങ്കിൽ അതിന് പല നിയമവഴികളുമുണ്ട്. നമ്മൾ ആ നിയമവഴികൾ തിരഞ്ഞെടുക്കണമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഈ പുരുഷനെ മനഃപൂർവ്വം കരിവാരി തേച്ച് നാറ്റിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടി ഒരു വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ട് കുടുംബത്തിനെ മൊത്തം ഇല്ലാതാക്കി ആ കുടുംബത്തിൻ്റെ നെടുന്തൂണിനെ നശിപ്പിച്ച് എന്താണ് അതിൽ നിന്ന് നേടിയതെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ.